എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. മുട്ട കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള 3 തരം സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം തയ്യാറാക്കുന്നത് ബ്രെഡും മുട്ടയും കൊണ്ടുള്ള സ്നാക്കാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കൈകൊണ്ട് പൊടിച്ചെടുത്താൽ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1 സവാള വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി പരുവായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇട്ട് കൊടുത്ത മസാലയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും മസാലയൊക്കെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി കൊടുക്കാം. അപ്പോഴേക്കും ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് എടുത്ത് ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഓരോ ബ്രെഡിൻ്റെ പീസും എടുത്ത് ഇതേപോലെ മസാല അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് നിരത്തി കൊടുക്കാം. മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ എല്ലാ ബ്രെഡ് പീസസിലും മസാല വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ബ്രെഡെല്ലാം ഇതേപോലെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി കുറച്ച് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇനി ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വയ്ക്കാം. പിന്നീട് ഓരോന്നും എടുത്ത് ഈ മൈദയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാ ബ്രെഡ് പീസസും നമുക്ക് ഇങ്ങനെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം അങ്ങനെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഓരോ പീസ് ബ്രെഡും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വശം നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറുവശം ഇതേപോലെ പരുവായി കിട്ടുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബ്രെഡും മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ ഉള്ളപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാനും അതേപോലെ കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിനായിട്ട് കൊടുത്തു വിടാനും ഒക്കെ പറ്റിയൊരു ഐറ്റമാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മുട്ടയ്ക്ക് പകരം നമുക്ക് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് മസാലയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതിയാകും. അടുത്തത് ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള സ്നാക്കാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം മതിയാകും. ഉരുളക്കിഴങ്ങ് ഇതേപോലെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം. ഇനി മുട്ടയും ഉരുളക്കിഴങ്ങും കൂടി നന്നായിട്ട് ഫോർക്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ വെള്ളമയവും മുട്ടയും എല്ലാം കൂടെ ചേർന്നൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള അതേപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം വളരെ കനം കുറച്ച് അരിഞ്ഞു കൊടുത്തതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും.
ഇനി ഈ വലിപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനെല്ലാം ഒരേ രീതിയിൽ അങ്ങ് വീഴട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇഞ്ചിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താലും മതിയാകും. ഇഞ്ചിയും ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വളരെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുള്ളിൽ തന്നെ ഉള്ള വാട്ടർ കണ്ടന്റ് തന്നെ മതിയാകും മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ ആയിട്ടെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിൽ ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ എടുത്ത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് എണ്ണ നന്നായി ചൂടായി കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഉരുളക്കിഴങ്ങും മുട്ടയും ഉള്ളിയും എല്ലാം കൂടെ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഒരു സൈഡ് പരുവായി വന്നപ്പോൾ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ മറിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. സ്നാക്ക് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഒരു സമയമാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാലൻസ് ഉള്ളതും കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. ഈ ഒരു അളവിൽ നിന്ന് ഏകദേശം ഒരു 11-12 എണ്ണം വരെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ സ്നാക്കെല്ലാം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ മുട്ടയും ഉരുളക്കിഴങ്ങും മൈദയും എല്ലാം കൂടി വെച്ച് ഈ സ്നാക്ക് ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് വെജിറ്റബിൾസും മുട്ടയും ഒക്കെ ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള സ്നാക്കാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാബേജ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എടുക്കുമ്പോൾ ക്യാബേജ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 3 മുട്ട ഉടച്ചൊഴിച്ചത് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെയും വെജിറ്റബിൾസിൻ്റെയും എല്ലാം കൂടെ മിക്സ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നിരത്തി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഒരു വശം വെന്ത് കഴിയുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറുവശവും കൂടി അതേപോലെ വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാം. നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തു. അതിലേക്ക് 1 കപ്പ് മൈദമാവും കൂടി ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചെറിയ ചെറിയ ദോശകളായി അത് ചുട്ടെടുക്കാം. ദോശ തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ചിട്ട് ഒരുപാട് മൊരിയാത്ത രീതിയിൽ ചുട്ടെടുക്കണം. ഈ അളവിൽ ഏകദേശം 8 ദോശ വരെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ദോശയെല്ലാം തയ്യാറാക്കി എടുത്തതിന് ശേഷം അതിലൊരു ദോശ എടുത്ത് ഇതിൽ ഒരു ഓംലെറ്റിൻ്റെ പീസും കൂടി അതിൽ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഓരോ ദോശയ്ക്കുള്ളിലും ഇതേപോലെ ഓംലെറ്റ് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഓരോന്നും എടുത്ത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഒരു സൈഡ് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ആ സൈഡ് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ എന്താ 2 സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. മുട്ട കൊണ്ട് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.